ഈ സുജൂദ് ചില കാരണവശാൽ സുജൂദ് ഒരുപാട് ദൈർഘ്യം, ഒരു സുജൂദ് ഇത്തിരി ദൈർഘ്യമേറി വേറൊരു സുജൂദ് ദൈർഘ്യം കുറഞ്ഞു, അങ്ങനെ പറ്റുമോ? ഇപ്പൊ ഇമാം നസാഇയുടെ ഹദീസിന്റെ കിതാബാണ്, അദ്ദേഹത്തിന്റെ ഹദീസിന്റെ കിതാബിൽ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു അധ്യായം തന്നെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹൽ യജൂസു അൻ തകൂന സജദ അത്വലു മിൻ സജദ, ഒരു സുജൂദ് മറ്റൊരു സുജൂദിനേക്കാൾ ധാരാളം ദൈർഘ്യമുള്ളതാകുന്നത് കൊണ്ട് വല്ല വിരോധമുണ്ടോ? ഫർദ് തന്നെ നബിയുടെ കാലത്ത് നബി പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടായാൽ സുജൂദ് ധാരാളമായിട്ട് തന്നെ ദീർഘിപ്പിച്ചിരുന്നു. നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നാവുന്ന കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയണം, ഒരിക്കൽ നബി തിരുമേനി ഞങ്ങളുടെ അടുത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നു. ഏതോ ഒരു നിസ്കാരം ദുഹ്റോ അസ്റോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഏതാവട്ടെ, നബി വരുന്നത് തന്നെ വഹുവ ഹാമിലുൻ ഹസനൻ ഔ ഹുസൈനൻ, ഹസനാണോ ഹുസൈനാണോ എന്ന് ഞാൻ ഉറപ്പില്ല, ഏതായാലും ഒരു കുട്ടിനെ എടുത്തുകൊണ്ടാണ് വരുന്നത് നബി. അങ്ങനെ ഫതഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നിസ്കരിക്കാൻ വേണ്ടി ഇമാമായിട്ട് നിന്നു. ഫവദഅഹു, മോനെ അവിടെ വെച്ചു, കുട്ടിയെ അവിടെ. ثم كبر للصلاه, കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു. ഫസല്ലാ, ഫസജദ ബൈന ളഹ്റാനൈ സ്വലാത്തിഹി, കാരത്തിന്റെ ഇടയ്ക്ക് നബി ഒരു സുജൂദിൽ പ്രവേശിച്ചു. അഫാലഹ, ആ സുജൂദ് അങ്ങോട്ട് ദീർഘിച്ചു. എത്രയാണെന്നോ ഇത് റിപ്പോർട്ട് ചെയ്ത സ്വഹാബത്ത് പറയാണ്, ഫറഫഅതു റഅസി, ഞാൻ എന്റെ തല ഉയർത്തി. വൈദാ, എന്താ ഒരു സുജൂദ് തീരാത്തെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്നൊന്ന് ആൾക്കാരുടെ ഇടയിൽ തല ഉയർത്തി നോക്കി. വൈദനി സബിയു അലാ ളുഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടിന്റെ നബിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. അവിടെ ഇരുത്തിയിരുന്ന ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ നബിയുടെ പുറത്ത് കയറിയിട്ട് രണ്ട് കാലും അപ്പുറത്തും പുറത്തും ആനക്കളിക്കുള്ള മട്ടിലാണ് മൂപ്പര് ഇരിക്കുക. വഹുവ സാജിദ്, നബിയാണെങ്കിൽ സുജൂദിലാണ്. ഫറജഅതു ഇലാ സുജൂദി, ഇത് നീറ്റിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് കൊണ്ട് സുജൂദിലേക്ക് തന്നെ മടങ്ങി. ഫലമ്മാ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാം, നബി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഖാല നാസ്, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക സജദത ബൈന ളഹ്റാനൈ സ്വലാത്തിക സജദതൻ നഖൽതഹ, നിങ്ങളൊരു സുജൂദ് ചെയ്ത് വല്ലാത്തൊരു നീട്ടമായിരുന്നല്ലോ ആ സുജൂദിന്. ഹത്താ വനന്ന, ഞങ്ങൾ വിചാരിച്ചു പോയി, അന്നഹു ഖദ് ഹദസ അംറുൻ, നബിക്ക് വല്ലതും സംഭവിച്ചോ, നബിക്ക് വല്ലതും സംഭവിച്ചോ, എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, എന്താണ് നബിക്ക് വല്ല രോഗമോ എന്തോ ബാധിച്ചോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഔ അന്നഹു യൂഹൈ ഇലൈക, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ വഹീ വരായിരിക്കും എന്നൊക്കെ ഞങ്ങൾ പലതും ആലോചിച്ചു. ഖാല, നബി പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, നിങ്ങൾ പറഞ്ഞ ഒരു കാരണം ഉണ്ടായിട്ടില്ല. വലാകിൻ നബിനി ഇർതഹലനി, എന്റെ മോന് എന്റെ പുറം വാഹനമാക്കി എന്ന് പറഞ്ഞാൽ എന്റെ പുറത്ത് കയറിയിരുന്ന് അവൻ കളിക്കാനുള്ള മട്ടായി. ഇപ്പൊ കരിഹിച്ചു, അപ്പൊ ഞാൻ വെറുത്തു, അന്നു അജ്ജിലഹു ഹത്താ യഖ്ദിയ ഹാജത്തു, അവന്റെ ആവശ്യം നിർവഹിക്കുന്നതിന്റെ മുമ്പ് ധൃതി കൂട്ടി ഞാൻ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ഞാൻ വെറുത്തുപോയി. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ എന്ന നിലയ്ക്ക്, അവനെ വിഷമിപ്പിക്കണ്ട എന്ന നിലയ്ക്ക് ഞാൻ അവിടെ തന്നെ ഇരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയൊരു നേതാവ് കുട്ടികളെ കൂടെ ആനക്കളി കളിക്കാൻ കൊണ്ടൊരു നേരം തോന്നിപ്പോകുന്നുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. കുട്ടിയെ എടുത്തുകൊണ്ട് റുക്കൂയിൽ സുജൂദിൽ പോകുമ്പോൾ കുട്ടിനെ അവിടെ വെക്കും, എടുത്തുകൊണ്ട് പിന്നെയും നിസ്കരിക്കുന്ന നബി. കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ നിസ്കാരം ലഘൂകരിക്കുന്ന നബി. അത്ര വലിയ കാരുണ്യവും വാത്സല്യവുമായിരുന്നു. അപ്പൊ നമ്മൾക്കൊക്കെ അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടി വന്നിട്ട് നിങ്ങൾ സുജൂദിൽക്കാണ് പോകണം, നേരെ നോക്കിയിട്ട് അവൻ പുറത്ത് കയറിയിരുന്നു. അപ്പൊ നമ്മൾക്ക് വസ്വാസം വേണ്ടതില്ല, എന്റെ കുട്ടി കയറിയിരുന്നില്ല, ഇനിയിപ്പോ നിസ്കാരം ശരിയായോ ചിന്തിക്കേണ്ടതില്ല. അപ്പോ തിരി നേരം കഴിഞ്ഞ് ചിലപ്പോൾ അവനങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. അതുവരെ സുജൂദ് വേണമെങ്കിൽ ദീർഘിപ്പിക്കാം. കുട്ടിയില്ലാത്ത സുജൂദ് കുറച്ചും കുട്ടിയുള്ള സമയത്തുള്ള സുജൂദ് ദീർഘമായില്ലേ, അപ്പൊ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നല്ലോ, അതുകൊണ്ട് നിസ്കാരത്തിനെ ബാധിക്കുമോ എന്നൊരു സംശയം വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇദ്ദേഹം അധ്യായത്തിന്റെ പേര് തന്നെ കൊടുത്തത് ബാബുൻ ഹൽ യജൂസു, അനുവദനീയമാണോ അൻ തകൂന സജദ, ഏതെങ്കിലും ഒരു സുജൂദ് ദീർഘമുള്ളതാവുകയും മറ്റൊരു സുജൂദിനേക്കാൾ ദൈർഘ്യമുണ്ടാകുന്നത് ജായിസാണോ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് നബി തന്നെ അങ്ങനെയാണ് ചെയ്തത് കാണിച്ചെന്നാൽ അവര് ജായിസാണ്, അങ്ങനെ വിരോധമല്ല എന്ന് പഠിപ്പിച്ചു. അഞ്ഞിപ്പോ ഇങ്ങനെ കേട്ടിട്ട് പണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, എപ്പോഴെങ്കിലും കാലിന്മേൽ ചെരുപ്പുണ്ടെങ്കിലും ചെരുപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ ശുദ്ധിയുള്ള ചെരുപ്പാണെങ്കിൽ നിസ്കരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, ചെരുപ്പിട്ട് നിസ്കരിക്കാന്ന് പറഞ്ഞു. ഇനി അതേമാതിരി ഏതെങ്കിലും മനുഷ്യന്മാരും ഈ കേസിട്ട് ഇട്ടിട്ട് വേറെ നിസ്കാരമാണല്ലോ. എന്താ കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഒപ്പം ആനക്കളി നടക്കും, നിസ്കാരവും നടക്കും. ഇതാണ് മുജാഹിദ് മൂലയമാരുടെ നിസ്കാരം, ഇത് സുന്നികളുടെ നിസ്കാരമായിട്ട് വലിയ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ വേണമെങ്കിൽ ഇതും ദുർവ്യാഖ്യാനം ചെയ്യും. നമ്മൾ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഗതി വശാലും മനുഷ്യനാണല്ലോ. നിസ്കരിക്കുമ്പോൾ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികൾ ചിലപ്പോൾ അത്തഹ്യാത്തിന് മടി കയറിയിരിക്കും, നേരെ മുമ്പിൽ വന്നിരിക്കും.
അതല്ലെങ്കിൽ റുക്കൂ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പിടിച്ച് വലിക്കും, സുജൂദ് ചെയ്യുമ്പോൾ നിങ്ങളെ പുറത്ത് കയറിയത് പാനക്കളിക്ക് പറ്റിയ സമയം വാപ്പാനെ എപ്പോഴും കിട്ടില്ല, എപ്പോഴേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ കയറിയിരിക്കും. അപ്പോഴൊന്നും നമ്മൾ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന ഒരു വലിയ വിഷയമായിട്ട് കാണേണ്ടതില്ല. നബിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലോകം കണ്ട നല്ല മനുഷ്യൻ ആ സമയത്ത് നിസ്കാരത്തിന് ഒഴിവായി ചീത്ത പറയുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വിഷയം പറഞ്ഞത്. അല്ലാതെ ഇനി മുതൽ സുജൂദ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് നിസ്കരിക്കൽ ഒരു പ്രത്യേക സുന്നത്താണ്, റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അങ്ങനെ ആവാം എന്നൊന്നല്ല ഈ പറയുന്നത്. അങ്ങനെയൊക്കെ വന്നെങ്കിൽ ഇങ്ങനെയും 15 മസലയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്.